അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാനിന്നൊരു മസാല ഷവായ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണക്കമുളകുണ്ടല്ലോ, അത് ചെറിയ ചൂടുവെള്ളത്തിലും വിനാഗിരിയിൽ കുതിർത്ത് വെച്ചതാണ്. പിന്നെ 2 സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മല്ലിയില, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടി എടുത്തേക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. മുളക് പൊടി ചേർക്കണ്ട, കാരണം നമ്മൾ ഉണക്കമുളക് ഇട്ടേക്കണോണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വരഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ വലിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തേക്കണത്. അപ്പോൾ അതിനകത്തേക്ക് ഇനി മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇത് ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് മസാലയൊക്കെ പുരട്ടി മാറ്റി വെക്കാം. ഇനി ഒരു കുക്കർ എടുത്തിട്ട് കുക്കറിൽ ഫസ്റ്റ് ഇതൊന്ന് 2 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കണം. ഈ മസാല ഫുള്ള് മസാല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. അങ്ങനെ 2 വിസിലിന് ശേഷം കുക്കർ ഞാൻ തുറന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ ഈ ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ, അതെടുത്ത് നമുക്കതൊന്ന് തിരിച്ചും മറിച്ചും ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഓവറായിട്ടുള്ള ഡ്രൈ ഫ്രൈ ആക്കരുത്, ഒരു ഷാലോ ഫ്രൈ പോലെ ആക്കിയാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് വേണം മസാല റെഡിയാക്കി എടുത്താൽ. ഇത് 2 സൈഡും ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിലേക്ക് ആ കുക്കറിലുള്ള ബാക്കി മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണയിൽ കിടന്ന മസാല ഒന്ന് ഒരു പച്ചമണം ഉണ്ടല്ലോ, വേവിച്ച മസാലയുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പച്ചമണം മാറി ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് ഈ ചിക്കൻ ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് കുബൂസ്, പൊറോട്ട, പിന്നെ റൈസ്, ഗീ റൈസ്, അറബിക് റൈസ്, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ഉണ്ടോ. അപ്പോൾ ഇതൊന്ന് ഇനി മസാലയൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണം. അപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായി ചിക്കനിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ മസാല ഷവായ ചിക്കൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഇന്ന് അറബിക് റൈസാണ് കേട്ടോ റെഡിയാക്കിയത്. അപ്പോൾ അതും തൈരുമൊക്കെ ഇരുന്ന് അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.